അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 240 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിൽമുത്തല്ലഖാതി മതാഉം ബിൽമഅറൂഫി ഹഖൻ അലൽ മുത്തഖീൻ. كذلك يبين الله لكم آياته لعلكم تعقلون. ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم. വലിൽമുത്തല്ലഖാത്ത് വാവുച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. ലാം കൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. വാ ഇസ്തിഅലാഇൻ്റെയും ഇത്ബാഖിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കിയിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. ഖാഫിൻ്റെ കൂടെ അലിഫ് സായിറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മതാഉം ബിൽ മഅറൂഫ് കൂടെ അലിഫ് സായിറ വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഐനിന് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ലാബിൻ്റെ ലെറ്ററായിട്ടുള്ള ബാ വന്നു. അപ്പോൾ തെൻവീനുള്ള നൂനിൻ്റെ സൗണ്ടിനെ നമ്മൾ മീമാക്കി മാറ്റി മറിച്ചിട്ട് ഉണ്ണയോട് കൂടി ഒതുക്കൊടുക്കുക. നൂനിൻ്റെ സൗണ്ട് അവിടെ കേൾക്കുകയില്ല. മീമാക്കി മാറ്റി മറിക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ ഉണ്ണ കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, ചെറിയൊരു കാല് താഴോട്ടുള്ളൊരു മീമിനെ കാണുന്നുണ്ട്. ഇതാണ് ഇഖ്ലാബിൻ്റെ മീമുൽ ഖായിമ. ശ്രദ്ധിക്കണേ. ഇനി ലാം കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഐനിനും ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. റോ വമ്മയാണ് ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മൾ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫാക്ക് നമ്മൾ സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുമല്ലോ. അപ്പോൾ മദ് ആര് സുക്കൂനായിട്ട് മാറും. 2, 4, 6 കൊണ്ട് വിധം നീട്ടിയിട്ട് വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹഖൻ അലൽ മുത്തഖീൻ. അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കുക. ഖാഫിൽ ഫതഹ് തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഐൻ വന്നു. തെൻവീനുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. ഹഖൻ നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾക്കണം. ഹഖൻ അലൽ മുത്തഖീൻ. ഇവിടെ നമുക്ക് തെൻവീനെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. തെൻവീന് ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നെന്നുള്ള രീതിയിലല്ല, രണ്ടും ഒരുമിച്ച്. അപ്പോൾ ഇദ്ഹാറിൽ തെൻവീനുകൾ ഇതുപോലെയാണ് കാണുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണേ. ലാം കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കുക കേട്ടോ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കിസ്റയാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാവിൻ്റെ ബാക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് പൊക്കാൻ കഴിയില്ല. അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കാൻ നോക്കണേ. ഇനി മദ്ദാഡ് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൊണ്ട് ഇത് നീട്ടിയിട്ട് വഖഫ് ചെയ്യാം. കദാലിക യുബയ്യിനുല്ലാഹ്. ക്യാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചിരിച്ചു കൊടുക്കുക. ദാലിനെ ലൈറ്റ് ആക്കി കൊടുക്കുക. ദാലിൻ്റെ സൗണ്ട് ആവാതെ നോക്കണേ. ദാലിൻ്റെ കൂടെ അലിഫ് സഗീറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. യാക്ക് ശബ്ദ വന്നിട്ടുണ്ട്. 2 അക്ഷരം ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. യുബയ്യിനുല്ലാഹ്. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നിൽ അക്ഷരത്തിന് വമ്മ വന്നു. അപ്പോൾ നമ്മൾ അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കുക കേട്ടോ. തൊണ്ടയുടെ അവസാന ഭാഗത്ത് നിന്ന് സൗണ്ടിനെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. യുബയ്യിനുല്ലാഹു എന്നാവരുത്. യുബയ്യിനുല്ലാഹു ലക്കും. മീം സാക്കിനയ്ക്ക് ശേഷം ബ മീം ഈ 2 അക്ഷരം ഒഴിച്ചിട്ടുള്ള ഏതൊരക്ഷരം വന്നാലും മീം സാക്കിനെ നമ്മൾ വ്യക്തമാക്കി മണിക്കാതെ ഓതുക. ഇദ്ഹാർ ഷഫവി മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദ്ഹാർ. അപ്പോൾ ഇവിടെ ലക്കും ആയാത്തിഹി എന്ന് മണിച്ചിട്ട് ഓതരുത്. ലക്കും ആയാത്തിഹി ലഅല്ലക്കും തഖിലൂൻ. അതുപോലെ ഓതണേ. ഇനി യാടെ കൂടെ അലിഫ് സഗീറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഹ കൂടെ യാ സഗീറ വന്നു. അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. ലഅല്ലക്കും ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ഐൻ കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞു കിസ്റയാവുന്ന സമയത്ത് മുകളിലേക്ക് നമ്മുടെ നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കാൻ കഴിയില്ല. അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഇനി മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വിധം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അലം തറ ഇലല്ലദീന ഖറജൂ. മീം സാക്കിനയ്ക്ക് ശേഷം ബ മീം എന്നീ 2 അക്ഷരം ഒഴിച്ചിട്ടുള്ള ഒരക്ഷരമാണ് വന്നിട്ടുള്ളത്. അപ്പം മീം സാക്കിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതുക. അലം തെറ എന്ന് മണിച്ചിട്ട് ഓതരുത്. അലം തെറ ഇലല്ലദീൻ. റോ ഫതഹയാണ് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. റോ എന്നുള്ള സൗണ്ട് കൊടുക്കുക.
ഇലല്ലദീന ഖറജൂ ലാമിൻ്റെ കൂടെയുള്ള മദ്ദിനെ നമ്മൾ കൂട്ടി ഒതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹംസത്തുൽ വസ്ൽ വന്നു. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് ആയാലും നമ്മൾ കട്ട് ചെയ്ത് ഉച്ചരിക്കുക. ഇനി ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. രണ്ടക്ഷരം ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷെ മണിക്കാതെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇലല്ലദീന എന്ന് പറഞ്ഞ് മണിച്ചിട്ട് ഓതരുത്. ഇലല്ലദീന അങ്ങനെ മണിക്കാതെ ശ്രദ്ധ കൊടുത്തിട്ട് ഓത്. ദാലിൻ്റെ കൂടെ യാമദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഖറജൂ മിൻ ദിയാരിഹിം ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. നാവിൻ്റെ ബേക്ക് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക. ഹ എന്നുള്ള സൗണ്ട് കൊടുക്കുക. ഹ എന്നായി പോവരുത്. ഹ റ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ജീമിൻ്റെ കൂടെ വൗമദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. മിൻ ദിയാരിഹിം നൂൻ സാക്കിനക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ദാല് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നമ്മുടെ നാവിനെ മുകളിൽ തട്ടിക്കാതെ നോക്കണം. പിന്നെ നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുകയും ചെയ്യരുത്. മിൻ ദിയാരിഹിം അതുപോലെ ഓതാട്ടാ. യാ കൂടെ അലിഫ് സ്വയറ വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. റോക്ക് കെസ്റ ആയതുകൊണ്ട് നമ്മൾ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. ദിയാറിഹിം നോതരുത്. ദിയാരിഹിം വഹും ഉലൂഫ് വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കണേ. ഉലൂഫുൻ ഹദറൽ മൗത്ത് ലാമിൻ്റെ കൂടെ വൗമദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഫാക്ക് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇബ്ഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹ വന്നു. തെൻവീനുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിച്ചിട്ട് മണിക്കാതെ ഓതുക കേട്ടോ. ഉലൂഫുൻ അവിടെ നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾക്കണം. അപ്പോൾ നമ്മൾക്കൂടെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും തെൻവീന് മറ്റൊരു രൂപത്തിലാണ് കാണുന്നത്. ഇഖ്ഫാവിലും ഇദ്ഗാമിലെയും പോലെയല്ല തെൻവീന് ഒരു വമ്മയിട്ടിട്ട് അതിൻ്റെ മുകളിലൊരു റ കമഴ്ത്തി വെച്ചതുപോലെയൊക്കെ അല്ലേ വേറെ രൂപത്തിലാണ് കാണുന്നത്. ഇത് ഇർവഹാറിൽ മാത്രമാണ് തെൻവീനുകളെ ഇതുപോലെ കാണുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണേ. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് കൊണ്ടുവരിക. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ലാം കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഹദറൽ മൗതി ഫഖാല ലഹും വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ നോക്കുക കേട്ടോ. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്താണ് വെക്കേണ്ടത്. ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക. ഖാഫിന് ഹെവി ആക്കിയിട്ട് ഉച്ചരിക്കുക. ലഹുമു വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നിലുള്ള അക്ഷരത്തിന് വമ്മ വന്നു. അപ്പം നമ്മൾ വാ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. മൂതു സുമ്മ അഹ്യാഹും മീമിൻ്റെ കൂടെ വൗമദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ത കൂടെ വൗമദ് തന്നെയാണ് വന്നിട്ടുള്ളത്. അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഇവിടെ ഒരു അലിഫും അതിൻ്റെ മുകളിലായിട്ട് ഒരു സുക്കൂനും കാണുന്നുണ്ട് അല്ലേ. ഇതിന് നമ്മൾ സായിദായിട്ടുള്ള ഹർഫ് എന്നാണ് പറയട്ടെ. ഒഴിവാക്കേണ്ട ഹർഫ് ഇതിന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്ന സുക്കൂനെ നമ്മൾ സിഫർ മുസ്തദീർ എന്നാണ് പറയുക കേട്ടോ. സിഫർ മുസ്തദീർ. ഒരു സുമ്മഹ്യാഹും മീമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരം ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. നന്നായിട്ട് മണിക്കുക കേട്ടോ. മീമിനും നൂനിനും ശ്രദ്ധ വന്നാൽ അക്ഷമല ഉടനാണ്. നന്നായിട്ട് മണിച്ചു കൊടുക്കുക. സുമ്മഹ്യാഹും അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് കൊണ്ടുവരിക. കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അഹ്യാഹും നോതരുത്. അഹ്യാഹും അതുപോലെ ഓതി കൊടുക്കുക. യാ കൂടെ അലിഫ് സ്വയറ വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് ആണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുന്ന സമയത്ത് മീം സുക്കൂനാണല്ലോ, അപ്പോൾ ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.